പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ എൻ്റെ അടുത്ത് വരുന്ന മദ്യപാനത്തിൻ്റെ കേസുകളുണ്ടായിരുന്നു ധാരാളം. ഭർത്താവ് മദ്യപിച്ച് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വിറ്റുകുടിക്കുന്ന, താലിമാല പോലും പണയം വെച്ചോ വിറ്റോ കുടിക്കുന്ന കേസുകൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുടുംബങ്ങൾ വളരെയേറെ മാറിപ്പോയി. അപ്പനും അമ്മയും ഒരുമിച്ച്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പബ്ബുകളിൽ പോകുന്ന, ബാറുകളിൽ പോകുന്ന, ഭർത്താവിനോടൊപ്പം നന്നായി മദ്യപിക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവിനേക്കാളേറെ മദ്യപിക്കുന്ന സ്ത്രീകളുള്ള കുടുംബങ്ങളുടെ ചിത്രങ്ങൾ എന്നെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നു. ഇന്ന് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നാൽ അവളോട് ഞാൻ നിൻ്റെ പ്രോബ്ലം എന്താണ് ചോദിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നീ ആൽക്കഹോൾ ഉപയോഗിക്കുമോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. 4ഉം 5ഉം പെഗ് കഴിച്ചാലും എനിക്ക് വണ്ടി ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ നന്നായി വണ്ടി ഓടിച്ച് പോകുമെന്ന് പറയുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നോ പാർക്കിലോ ഇൻഫോസിസിലോ ഒക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ ഞാൻ കാണുകയാണ്. ഇത് കുടുംബങ്ങളുടെ പരാജയമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മൊറാലിറ്റിയുണ്ട്. വാട്ട് ടു ഡു ആൻഡ് നോട്ട് ടു ഡു. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. മദ്യപാനം എന്ന് പറയുന്നത് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി. സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ പെൺകുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ, വീട്ടമ്മമാർ മദ്യത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത തലമുറയെ ഗൈഡ് ചെയ്യാൻ എങ്ങനെ ഇന്നത്തെ ഈ അമ്മമാരെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഇന്നത്തെ സ്ത്രീകളെ കൊണ്ട് പറ്റുമെന്ന് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.